ഹമാസ് പോരാളികളെന്നാണ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഹമാസിന് വേണ്ടി ഇവിടെ ജയ് വിളികൾ, മുദ്രാവാക്യം വിളികൾ, ഹമാസ് പോരാളികളാണ്, ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ഹമാസ് നേതാക്കളെ വലിയ രീതിയിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്നു. അപ്പോൾ ഇപ്പൊ ഹമാസ് തന്നെ പറയുന്നു, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയാൽ അവരെ തീർത്ത് കെട്ടും. അങ്ങനെ 10ഓളം പേരാണ് ഹമാസിന്റെ ഈ ക്രൂര പീഡനങ്ങൾക്കിരയായി മരണപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഹമാസ് തീവ്രവാദികളാണോ, പോരാളികളാണോ? അതിന് സംശയരഹിതമായി നമുക്ക് ഉത്തരം നൽകാം. അവർ തീവ്രവാദികൾ തന്നെയാണ്. പക്ഷേ അവരുടെ തീവ്രവാദത്തെ ദേശീയ പോരാട്ടമായിട്ട് മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞത് പലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് അവരുടെ യുദ്ധങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അവർക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോരാളികളാണ് എന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആളുകൾ കരുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് യഥാർത്ഥത്തിൽ തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിലും അതേപോലെ കേരളത്തിലും ഹമാസിനെ അനുകൂലിക്കുന്ന തരത്തിൽ നടത്തപ്പെട്ട എല്ലാ പ്രകടനങ്ങളും BJPക്ക് വളരെ ഗുണകരമായ രീതിയിൽ മാറ്റിത്തീർത്താൻ കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ വർഗീയതയുണ്ട്, അതേപോലെ തന്നെ തീവ്രവാദത്തെ ന്യായീകരിക്കുന്നതായിട്ടുള്ള സ്വഭാവമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇതുകൊണ്ടാണ് ഹമാസിനെ പോരാളികളായിട്ട് കണക്കാക്കപ്പെട്ട രാഷ്ട്രീയ വീക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ഒന്നായി മാറിയത്. എന്നാൽ പലസ്തീൻ ജനതയിൽ ഇസ്രയേൽ നടത്തുന്നതായിട്ടുള്ള കൂട്ടക്കുരുതി എന്ന് പറയുന്നത് സമാനതയില്ലാത്തതായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പലസ്തീനിലെ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് മനുഷ്യരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു ദൗത്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹമാസിനെ അനുകൂലിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ മുദ്രാം വിളിക്കുകയോ ചെയ്തതോടുകൂടി അത് അപകടത്തിലായിത്തീർന്നു. എന്നുവെച്ചാൽ നമുക്ക് മനുഷ്യന് വേണ്ടി ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ രാഷ്ട്രീയമായിട്ട് വായിക്കപ്പെടുന്നൊരു സാഹചര്യം വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ദുരന്തം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ടെലഗ്രാഫിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ഹമാസിനെതിരെ ഈ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഹമാസിനെതിരെ അല്ല വലിയ പ്രകടനം നടന്നത്, പ്രകടനം ഇസ്രായേലിനെതിരെയായിട്ടാണ് നടന്നത്. ഇസ്രായേലിനെതിരെ സമരം നടക്കുന്ന സമയത്ത് അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പേർ ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. കാരണം അവർക്കറിയാം അവരുടെ ജീവിതത്തെ ദുരന്തത്തിലാക്കുന്ന, അവരുടെ ജീവിതത്തെ മരണപ്പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ അതാര് എന്ന ചോദ്യത്തിന് രണ്ടുത്തരമാണ് അവർക്കുള്ളത്. ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് ഹമാസ്. അതുകൊണ്ടാണ് അവരറിയാതെ തന്നെ ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിച്ചത്. പക്ഷേ ഹമാസിൻ്റെ പോരാളികളും അവരുടെ ചാരന്മാരും ആരാണ് മുദ്രാവാക്യം വിളിച്ചത് എന്ന് കണ്ടെത്തുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഉദൈൽ അൽ റബ് എന്ന് പറയുന്ന വ്യക്തി. അയാളെ പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്ന് അയാളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളത് കെട്ടിത്തൂക്കി. അതിനുശേഷമാണ് മറ്റ് 10 ആളുകളെ അവർ ഉപദ്രവിച്ച് കൊലപ്പെടുത്തി ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച്, എന്നിട്ട് അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഹമാസിനെതിരെ സംസാരിച്ചാൽ നിങ്ങളുടെ ഗതി ഇതാണ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുകയാണ്. ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഭീകരപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഹമാസ് എന്ന് ഹമാസ് ഇപ്പോൾ സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ്. നമുക്കറിയാം താലിബാൻ, ഹമാസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമാനമാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ലോക സമാധാനത്തിനും ലോക ജനതയുടെ ജീവിതത്തിനും എതിരായി പ്രവർത്തിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പല സ്ഥലത്തും വിമോചന പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ വിമോചന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അത് ജനവിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ ഭീകരപ്രവർത്തനമാണ്. ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമാക്കുന്നത് ഇതേപോലെ ഭീകരരായ ആളുകളാണ് ഹമാസ് എങ്കിൽ അതിന് ഒപ്പം നിൽക്കാനായിട്ട് ഒരിക്കലും ഒരു ജനത തയ്യാറാവില്ല. പക്ഷേ തോക്ക് ചൂണ്ടി അവരെ നിശബ്ദരാക്കിയിരിക്കുകയാണ്. ഈ ഹമാസ് ഇത്തരത്തിലുള്ള അവർക്കെതിരെ തന്നെ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് കൂടിയുള്ള ഒരു താക്കീതാണ്. ഞങ്ങൾക്കെതിരെ പലസ്തീനിലെ ജനങ്ങൾ തന്നെ തിരിയുമ്പോൾ അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതും ഇതുപോലെയാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ അനുഭവിക്കാൻ പോകുന്നത് ഇതുപോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇവരെ അനുകൂലിക്കുന്നവർ, ഇവരെ പോരാളിയാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആ തിരിച്ചറിവുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ ഈ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രായേലിലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിൽ നടക്കുന്ന ആ പോരാട്ടത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പലസ്തീനേക്കുള്ള അതിക്രമത്തിനെതിരെ വലിയ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം ഉയർന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.
പക്ഷെ അങ്ങനെ ഉയർന്ന ഒരു സമയത്തും പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് അതിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമാക്കേണ്ടി വന്നു. ഹമാസിനെ ഞങ്ങൾക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെ അവർക്ക് പറയേണ്ടതായിട്ട് വന്നു. പക്ഷേ ശശി തരൂരിനെ പോലെയുള്ള വ്യക്തികൾ അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് അതിനൊപ്പം നിൽക്കാനായിട്ട് അന്ന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, CPM എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഇതുമായി വീണ്ടും ഇസ്രയേൽ ഈ യുദ്ധക്കരാർ യഥാർത്ഥത്തിൽ ലംഘിച്ചു. സമാധാന ഉടമ്പടി നിലനിൽക്കുന്ന സമയത്ത് പോലും അവരെന്ത് ചെയ്യുന്നു വെച്ചതിനിടയിൽ ഗാസയിലേക്ക് വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിട്ട് നിരവധി പേരെ കൊന്നു. പക്ഷേ ഒരു പ്രതിഷേധം നടത്താൻ പോലും ഇവർക്കാർക്കും കഴിയാത്ത തരത്തിലേക്ക് രാഷ്ട്രീയ കാലാവസ്ഥ മാറി. കാരണം എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഹമാസിൻ്റെ കുരുത്തക്കേടുകളോ അല്ലെങ്കിൽ അവരുടെ ഭീകരപ്രവർത്തനങ്ങളോ അവരുടെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ തെരുവീതികളിൽ ഒരിടത്ത് പോലും ഇപ്പോൾ പലസ്തീനോട് ഐക്യദാർഢ്യം പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രകടനം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു സംഭാഷണം പോലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അത് തിരിച്ചറിവില്ലാത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും വരാൻ പോകുന്ന അതിൻ്റെ വ്യതിചലനങ്ങൾ എന്തായിരിക്കും എന്ന് തിരിച്ചറിയുകയും ചെയ്ത് ഇടപെട്ടാൽ മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ കാലും മണ്ണിൽ ഉറപ്പിച്ച് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ഈ സംഭവത്തിൽ ഇവർക്കൊക്കെ ശരിക്കും ഇടർച്ച പറ്റി എന്നുള്ളതും അത് കൂടുതൽ ഗുണകരമായി തീർന്നത് BJPക്കാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. പക്ഷേ ഈ ഹമാസ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിനോട് പറയുന്നത്? അല്ല, ഹമാസിൻ്റെ സന്ദേശം എന്താണ്? ഞങ്ങൾ ആളുകളെ കശാപ്പ് ചെയ്യും എന്നുള്ളത്. അതല്ലാണ്ട് എന്താണ്? കശാപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ട് അവർ കണ്ടെത്തിയത് പലസ്തീനികളുടെ വിമോചന പോരാട്ടം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന നടത്തിയ പോരാട്ടങ്ങളെല്ലാം ജനകീയമായിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. അങ്ങനെ ജനകീയ പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതിലേക്കാണ് ഹമാസ് നുഴഞ്ഞു കയറുകയും ഹമാസ് ആ സമരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വിമോചന പോരാട്ടം അല്ലാതെ ഒരുതരം ഭീകരപ്രവർത്തനമായിട്ട് മാറിത്തീർന്നത് ഇവരുടെ ഹൈജാക്കിംഗ് പ്രോസസ്സിലൂടെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് ഇവരെ പോരാളികളായി കാണുന്നത്? അല്ല, ഇവരാദ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ആ ഘട്ടത്തിൽ അതിൻ്റെ സ്വഭാവ സവിശേഷത വ്യത്യസ്തമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അവരതിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ എന്താ അവരൊന്നും പറയാത്ത? ഇപ്പോൾ അവർ സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇടപെട്ടതിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നഷ്ടത്തെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിടപെടുന്നില്ല, CPM ഇടപെടുന്നില്ല, ആരും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. കാരണം വലിയ ഒരു അക്രമം ഒരു ജനവിഭാഗത്തിനെതിരെ നടത്തുമ്പോൾ ആ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം ചെന്നതിനകത്ത് വീണു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഹമാസാണ് ഇതിനെ ആരംഭം കുറിച്ചത്. എന്നുവെച്ചാൽ ഇസ്രായേലിലേക്ക് കയറി അടിച്ച് അവിടെ നിന്ന് നിരവധി ആളുകളെ കൊന്ന് കുറേ പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അതായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ തുടക്കം യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ അക്രമവും അതിനുശേഷം പിന്നീട് അനുഭവിക്കേണ്ടി മുഴുവനും വന്നത് പലസ്തീനികളായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. 50,000-ൽ ആളുകൾ കശാപ്പ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ അതിനോട് അനുതാപം പ്രകടിപ്പിക്കാനോ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ പറ്റാത്ത തരത്തിലേക്ക് പിന്നീട് രാഷ്ട്രീയമായി അത് മാറ്റി എഴുതപ്പെട്ടു. ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇപ്പോൾ ആരും ഇതിനെ അനുകൂലിച്ച് പ്രകടനം നടത്തുകയോ സമ്മേളനം നടത്തുകയൊന്നും ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല. പകരം ഇത്തരം വാർത്തകൾ നമ്മൾ ടെലിഗ്രാം പോലെയുള്ള പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നു.